നിമിഷപ്രിയയ്ക്ക് താൽക്കാലിക ആശ്വാസമായും വധശിക്ഷ മാറ്റിവെച്ചു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനം സ്ഥിരീകരിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഇന്ന് നടന്ന മധ്യസ്ഥ ചർച്ചയെ തുടർന്നാണിത്. ഇതിന് പിന്നാലെയാണ് പ്രതീക്ഷയുണർത്തുന്ന സൂചനകൾ പുറത്തു വന്നിട്ടുള്ളത്. മനുഷ്യത്വപരമായി പരിഹാരം കാണാനാണ് ഇടപെട്ടത് എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചത്. യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചല്ല, മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. എന്നാൽ ദിയാദനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് വിവരം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ഇനി എന്ത് സംഭവിക്കും എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഈ മണിക്കൂറുകൾ എന്നത് വലിയ ആശ്വാസത്തിൻ്റെതാണ്. കാരണം നാളെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. അത് മാറ്റിവെക്കപ്പെടുന്നു എന്നത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമല്ലേ നൽകുന്നത്? അഭിലാഷ്, ദീർഘകാലമായി തുടർന്ന അനിശ്ചിതങ്ങൾക്കൊടുവിൽ വെളിച്ചത്തിൻ്റെ ഒരു വാതിൽ തുറന്നു എന്ന് തന്നെ പറയാം. നാളെ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. യമനിലെ സനയിലെ ക്രിമിനൽ കോടതിയാണ് ഇങ്ങനെ ഒരു മാറ്റിവെക്കൽ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഹർജി ഈ കുടുംബവുമായി, കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി ചർച്ച നടക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. സർക്കാർ തലത്തിലുള്ള പലതരത്തിലുള്ള ഇടപെടലുകളും നടന്നിരുന്നു. എന്നാൽ യമൻ പോലെ ഒരു രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമല്ല എന്ന് മാത്രമല്ല, അവിടെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. അവിടുത്തെ ഭരണം ആര് എന്നതിലടക്കം തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യമാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അദ്ദേഹം യമനിലെ പ്രമുഖനായ മുസ്ലിം മത പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ, മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ആളാണ്. യമനിൽ പരക്കെ അംഗീകാരമുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് പരക്കെ അംഗീകാരമുള്ള പ്രമുഖനായ ഒരു മുസ്ലിം മത പണ്ഡിതനാണ്. അദ്ദേഹവുമായിട്ടാണ് കാന്തപുരം ബന്ധപ്പെട്ടത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ വസിക്കുന്ന സ്ഥലം തെക്കൻ യമനിലെ ഒരു ഗോത്രവർഗ മേഖലയാണ്. ഈ ഗോത്രവർഗ മേഖലയിലെ ഭരണ സംവിധാനവും നിയന്ത്രണവും എല്ലാം ഗോത്ര സഭകൾക്കാണ്. ആ ഗോത്ര സഭയുമായും അതോടൊപ്പം തന്നെ യമൻ പൗരൻ്റെ കുടുംബവുമായും ബന്ധപ്പെട്ടു. അവരുമായി ചർച്ചകൾ നടത്തി. അവർ പൂർണ്ണമായും ഇപ്പോഴും ദിയാധനം വാങ്ങിക്കൊണ്ട് ബാക്കി പ്രായശ്ചിത്ത നടപടികൾ അംഗീകരിച്ചുകൊണ്ട് ഇതിന് തയ്യാറായിട്ടില്ല. പക്ഷേ എപ്പോഴും പ്രതീക്ഷ നൽകുന്നൊരു ഘടകം കുടുംബത്തിലെ ചില അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ഗോത്രസഭയിലെ ചിലരുമൊക്കെ അനുകൂലമായ നിലപാട് കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി പോകാം എന്നുള്ള ഒരു ആലോചനയിൽ ഒരു വിഭാഗമെങ്കിലും എത്തിയിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിരുന്നില്ല. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കിയേ മതിയാവൂ എന്ന നിലയിലുള്ള ഉറച്ച നിലപാട് ആണ് അവരെടുത്തിരുന്നത്. ഈ വിഷയത്തിൽ അവിടെ തെരുവിലടക്കം അത്തരം പ്രതിഷേധങ്ങളും അടക്കം നടന്നിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ചർച്ചയ്ക്ക് അന്തരീക്ഷം ഒരുങ്ങി എന്നത് തന്നെ പ്രതീക്ഷയുടെ വലിയ ഒരു വെളിച്ചവാതിലാണ് തുറന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി അവരുടെ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിയണമെങ്കിൽ മതപരമായ വിശ്വാസങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ധനപരമായ വിഷയങ്ങൾ, വൈകാരികമായ വിഷയങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. മുസ്ലിം മത നിയമത്തിൽ തന്നെ വധശിക്ഷയ്ക്ക് വിധേയരായ ഒരാളിനെ കൊല്ലപ്പെട്ടതാരാണോ, കൊല്ലപ്പെട്ടയാളുടെ രക്തബന്ധുക്കൾക്ക് ആ വധശിക്ഷയിൽ ആർക്കാണോ വധശിക്ഷ ലഭിക്കേണ്ടിയിരുന്നത് അവരുടെ പ്രായശ്ചിത്തം അംഗീകരിച്ചുകൊണ്ട്, അവരുടെ പ്രായശ്ചിത്ത നടപടികൾ അംഗീകരിച്ചുകൊണ്ട്, ഈ പ്രായശ്ചിത്ത നടപടികൾ പെടുന്നതാണ് ബ്ലഡ് മണി എന്നറിയപ്പെടുന്ന ദയാധനം അടക്കമുള്ളത്, അതടക്കം അംഗീകരിച്ചുകൊണ്ട് അതിൽ തീരുമാനമായി മറ്റ് പ്രായശ്ചിത്ത നടപടികൾ എന്തെല്ലാമാണെന്ന് തീരുമാനിച്ച് അത് ആ കുടുംബം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം ഇനി അത് കോടതിയിൽ സമർപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം
മാത്രമേ കോടതി വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് ഇളവ് നൽകുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് വധശിക്ഷയ്ക്ക് ഇളവ് നൽകിയാലും തടവ് ശിക്ഷയുണ്ടോ, മോചനം ആത്യന്തികമായ മോചനം ലഭ്യമാകൂ എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ. ഇതെന്തായാലും നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നത് ഈ സമയത്ത് ഈ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ഇന്ന് കോടതിയുടെ വിധി മറിച്ചായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കോടതിയെ ഇന്ന് സമീപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു നീക്കത്തിന് തന്നെ അപ്രസക്തമായി പോവുകയായിരുന്നു. അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വേണം പറയാൻ. അത്തരം ഒരു ചർച്ച അവിടെ നടക്കുന്നുവെന്നും അങ്ങനെ ഒരു വധശിക്ഷ മാറ്റിവെക്കുന്നതിനെ എതിർക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ഇവരുടെ കുടുംബം അടക്കം മാറി അങ്ങനെ ഔദ്യോഗികമായി ചർച്ച നടക്കുന്നു എന്നത് മതപണ്ഡിതന്മാരടക്കമുള്ളവർ യമനിലെ കോടതിയിൽ അത്തരം വിവരങ്ങളടക്കം അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം യമനിലെ കോടതി എന്തായാലും പരിഗണിച്ചിട്ടുണ്ടാവണം. എന്തായാലും ഈ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ സർക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഔദ്യോഗിക കത്ത് കാന്തപുരം AP അബൂബക്കറിനും അങ്ങനെ കത്ത് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഇത് ഞാൻ ഇടപെട്ടത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ്. അതിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ മറ്റു മതങ്ങളൊന്നും പരിഗണിച്ചിട്ടേ ഇല്ല. ആ തരത്തിലാണ് അവിടുത്തെ മതപണ്ഡിതരുമായി ഇടപെട്ടത്. അദ്ദേഹം ഉപയോഗിച്ചത് പ്രധാനമായും മുസ്ലിം മത നിയമവുമായി ബന്ധപ്പെട്ട വധശിക്ഷ നൽകിയവർക്ക് ഇളവ് നൽകാനുള്ള പ്രായശ്ചിത്ത നടപടികളാണ്. ഈ നടപടികൾക്കുള്ള അവസരം ലഭ്യമാക്കണം ഇവരുടെ കുടുംബങ്ങൾക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുടുംബത്തിന് അവസരം ലഭ്യമാക്കണമെങ്കിൽ ഈ പറയുന്ന വധശിക്ഷയ്ക്ക് വിധേയനായ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാഖിൻ്റെ കുടുംബം അംഗീകരിക്കണം. തലാഖിൻ്റെ കുടുംബം താമസിക്കുന്നത്, അവരുടെ ഗ്രാമം എന്ന് പറയുന്നത് തെക്കൻ യമനിലെ ഒരു ഗോത്രവർഗ മേഖലയാണ്. ഈ ഗോത്രവർഗ മേഖലയുടെ പൂർണ്ണമായും ഭരണ ചുമതലയും തീരുമാനങ്ങളെടുക്കുന്ന ചുമതലയുമെല്ലാം പ്രാദേശികമായ ഗോത്രവർഗ കോടതികൾക്കാണ്. ഗോത്രവർഗ മതവിഭാഗങ്ങളാണ് അവർ. ആ രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരുടെ ഗോത്രസഭ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ കുടുംബവും അംഗീകരിക്കണം. അവരുമായി ഇനിയും തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകളുമൊക്കെ വേണ്ടിവരും. അത്തരം ഒരു ചർച്ചകൾക്ക് ഒരിക്കലും തയ്യാറല്ല എന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യ സർക്കാർ സമീപിച്ചപ്പോഴും നേരത്തെ അഭിഭാഷകരൊക്കെ പല രീതിയിൽ സമീപിച്ചപ്പോഴും ഒക്കെ അവർ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ യമനിൽ തന്നെ പരക്കെ അംഗീകാരമുള്ള യമനിലെ ഏറ്റവും പ്രമുഖനായ മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി ഇടപെടലാണ് അത്തരത്തിലേക്കുള്ള ഒരു ചർച്ചകളിലേക്ക് ആ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഗോത്രസഭയെയും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു അനുകൂലമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികളും ഇതുപോലെ തന്നെ ഏറ്റവും നിർണായകവും ഏറ്റവും സങ്കീർണവും ഒക്കെയാണ്. അതെല്ലാം കടന്നിട്ട് വേണം ഇത്തരം ഒരു മോചനം സാധ്യമാവാൻ. ഈ ഘട്ടത്തിൽ പ്രതീക്ഷയുടെ വലിയ കിരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് കിരൺ ബാബു നൽകിയത്.